UDF MLA-മാരുടെ മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തേവലക്കര സ്കൂളിലെ അപകടത്തിൽ പ്രധാന അധ്യാപികയ്ക്കുമേൽ മാത്രം കുറ്റമാരോപിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ്. മാളയിൽ അപകട ഭീഷണി ഉയർത്തി KSEB-യുടെ ട്രാൻസ്ഫോർമറുകൾ. പല ഭാഗങ്ങളിലായി ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ. അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പിടിക. നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാല കവർന്നു. ചാലക്കുടിയിൽ റോഡിന് സമീപത്തെ തോടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. UDF MLA-മാരുടെ മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടക്കം തന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെയെന്നും തേവലക്കര സ്കൂളിലെ അപകടത്തിൽ പ്രധാന അധ്യാപികയ്ക്കുമേൽ മാത്രം കുറ്റമാരോപിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്വമുണ്ട്. സ്കൂളിലെ പ്രധാന പിന്നെ അവരുടെ തലയിൽ മാത്രം കെട്ടിവെക്കും. അപ്പോൾ പ്രധാന അധ്യാപികയുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് അവരെ സസ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാം തീർന്നു എന്നല്ല. ഇത് നടപടിയെടുക്കണം. വലിയ ലാപ്സസ് ആരുടെ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്, അവർക്കെതിരെ നടപടിയെടുക്കണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരു സ്ഥലത്ത് ഇത് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ശ്രദ്ധിക്കുന്നത്. വീഴ്ച വരുത്തിയ എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന മറുപടി അർഹിക്കുന്നില്ല. അപകടം ഉണ്ടായവർക്ക് സഹായം ചെയ്യാനാവുന്നത് സർക്കാരിനാണ്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഒരു ദുരന്തം വരുമ്പോൾ പ്രതിപക്ഷമാണ് സഹായിക്കുന്നത്. ഗവൺമെന്റിനുള്ള ബാധ്യത. ഗവൺമെന്റിന്റെ ലാപ്സസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുറവുകളുണ്ട് ഈ കാര്യത്തിൽ. ബാലാവകാശ കമ്മീഷന്റെ ആ കമന്റ് ഒന്നും നോക്കാൻ പറഞ്ഞാൽ മതി വിദ്യാഭ്യാസ മന്ത്രിയോട്. ഇപ്പൊ മനസ്സിലാവും. ഹൈടെക് സ്കൂളാന്ന് പറഞ്ഞ പുള്ളി എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഇതാണോ ഹൈടെക് എന്നാണ് തിരിച്ചുള്ള ചോദ്യം. ഞാൻ അതുപോലും ചോദിക്കുന്നില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ തർക്കങ്ങൾ അവസാനിപ്പിച്ചത് നല്ല കാര്യം. സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്ത പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. പ്രശ്നം 10 മിനിറ്റിൽ തീർക്കേണ്ടതായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മാളയിൽ അപകട ഭീഷണി ഉയർത്തി KSEB-യുടെ ട്രാൻസ്ഫോർമറുകൾ. പല ഭാഗങ്ങളിലായി ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ. അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. മാള ടൗണിൽ പ്രധാന റോഡായ കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയ്ക്ക് സമീപം റോഡിന്റെ ഇരുവശങ്ങളിലായി 2 ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെയാണ്. സ്കൂൾ, ആരാധനാലയം, ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല നിരവധി വാഹനങ്ങളും ജനങ്ങളും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ട്രാൻസ്ഫോമറും ഫ്യൂസുകളും സുരക്ഷ ഒരുക്കാതെ തുറന്നിട്ടിരിക്കുന്നത്. മാള KK റോഡിലാണ് മറ്റൊരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതും റോഡിന് സമീപം സുരക്ഷാ വലയം ഇല്ലാതെയാണുള്ളത്. എത്രയും പെട്ടെന്ന് അധികൃതർ അപകട ഭീഷണി ഉയർത്തുന്ന ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ കവചം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പിടിക. നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാലയാണ് കവർന്നത്. ഓഫീസ് കുത്തിത്തുറന്ന ശ്രീകോവിലിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും കുത്തിത്തുറന്നിട്ടുണ്ട്. പുറത്തെ ഭണ്ഡാരം കുത്തിത്തുറന്ന പണം കവർന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുപാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടെ മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ റോഡിന് സമീപത്തെ തോടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അട്ടത്തോടിന് സമീപം ബിവറേജിന് എതിർഭാഗത്തെ തോട്ടിലാണ് പുരുഷന്റെ മൃതദേഹം ഇന്ന് 3 മണിയോടെ കണ്ടത്. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് തൃപ്രയാറിൽ പണയം വെച്ച 1 കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കിഴുപ്പുള്ളിക്കര സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ദീപുവിനെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് തൃപ്രയാർ വള്ളുവനാട് ക്യാപിറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ സേഫിൽ നിന്നും 1055 ഗ്രാം 460 മില്ലിഗ്രാം തൂക്കം വരുന്ന പണയം വെച്ച സ്വർണ്ണ ഉരുപ്പിടികൾ മോഷ്ടിച്ച കേസിൽ
സ്ഥാപനത്തിലെ മാനേജറായ കിഴുപ്പുള്ളിക്കര സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ദീപുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സ്വർണത്തിൽ കുറച്ച് പ്രതി സ്വർണം പണയം വെച്ച ചാവക്കാടുള്ള സ്ഥാപനത്തിൽ നിന്നും വീണ്ടെടുത്തു. പ്രതി കൂടുതൽ സ്ഥലങ്ങളിൽ മോഷണ സ്വർണം പണയം വെച്ചിരിക്കുന്നതായി വ്യക്തമായിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ സ്ഥാപനത്തിൽ സർപ്രൈസ് ഗോൾഡ് ഓഡിറ്റിംഗിനായി ജീവനക്കാർ വന്നപ്പോൾ ദീപു ലോക്കർ തുറന്ന് ഗോൾഡ് ഓഡിറ്റിംഗിനായി പണയ സ്വർണ്ണ ഉരുപ്പിടികൾ എടുത്തു നൽകിയ ശേഷം ബാഗുമെടുത്ത് സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഓഡിറ്റിംഗിൽ സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ തൃശൂർ ഏരിയ സെയിൽ മാനേജർ നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മീഡിയ ടൈം തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഈ മാസം 21 മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന 75ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾക്ക് ദിനംപ്രതി വളരെയധികം അറ്റകുറ്റപ്പണികളും തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദവും മൂലം ബസ് ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. കളക്ടർ, ദേശീയപാത അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത് മൂലമാണ് 21 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ ആസിഫ് കാക്കശ്ശേരി, നിമിൽ കൊട്ടുങ്കൽ, സന്ദീപ് കൃഷ്ണ, ഷൈൻ, പ്രസന്നൻ, വൈശാഖ്, നിഹാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രോഗബാധിതരായ തെരുവു നായകൾക്ക് ദയാവധം. തെരുവുനായ പ്രശ്നത്തിൽ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. രോഗബാധിതരായ തെരുവു നായകളുടെ ദയാവധം നടത്താൻ മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി. വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെയാകണം തെരുവു നായകളുടെ ദയാവധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധം നടത്താൻ അനുമതി നൽകാനും യോഗം തീരുമാനിച്ചു. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടത്തുക. സെപ്റ്റംബറിൽ വളർത്തുനായ്ക്കൾക്ക് വാക്സിനേഷനും ലൈസൻസ് എടുക്കാനുമുള്ള ക്യാമ്പ് നടത്തും. വളർത്തുനായകൾക്ക് ഇലക്ട്രോണിക് ചിപ്പും ഘടിപ്പിക്കും. ആഗസ്റ്റിൽ തെരുവു നായകൾക്കുള്ള വാക്സിനേഷനും നടത്തും. ദേശീയപാത കൊരട്ടി മേഖലയിൽ മുരിങ്ങൂരിലും പെരുമ്പിയിലും ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. മഴത്തുള്ളിയിട്ടാൽ അപകടം ഉറപ്പെന്ന രീതിയിലേക്ക് മാറിയ പെരുമ്പിയിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട് മീഡിയനിലേക്ക് 2 കാറുകളാണ് ഇന്ന് ഇടിച്ചു കയറിയത്. രാവിലെ 7:30യോടെയായിരുന്നു 2 അപകടങ്ങളും നടന്നത്. ചാലക്കുടി ഭാഗത്ത് നിന്ന് കോതമംഗലത്തിലേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മീഡിയനിലേക്ക് ആദ്യം മറിഞ്ഞത്. തലകീഴായി മറിഞ്ഞെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് 10 മിനിറ്റിനുള്ളിലാണ് ഇതേ സ്ഥലത്ത് മലപ്പുറത്ത് നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടത്. ഇതിൽ സഞ്ചരിച്ചിരുന്നവരിൽ 3 പേർക്കും പരിക്കേറ്റു. മൂവരെയും ഉടൻ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഒരാളെ ഐസിയുവിലേക്ക് മാറ്റി. മറ്റു 2 പേർക്കും കൈക്കാലുകൾക്കാണ് പരിക്കേറ്റത്. അപകടത്തുരുത്തായി മാറിയ പെരുമ്പിയിൽ മാത്രം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 50ലേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകട വളവും കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ടാർ ഉരുണ്ടുകൂടി മുഴച്ചു നിൽക്കുന്ന പ്രതലവുമാണ് അപകടത്തിന് കാരണമാകുന്നത്. വിഷയം പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാതെ നിസ്സംഗത തുടരുകയാണ്. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപത്തെ അടിപ്പാതയ്ക്ക് മുകളിൽ അങ്കമാലി ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി മീഡിയനിലേക്ക് ഇടിച്ചു കയറി. മീഡിയനിലെ ഇരുമ്പ് ബാരിക്കേഡും തകർത്ത് എതിർദിശയിലേക്കുള്ള ട്രാക്കിലേക്ക് കയറി മറ്റൊരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിച്ചാണ് നിന്നത്. ചെറിയ മഴയ്ക്കിടെ ഇന്ന് രാവിലെ 7:45ഓടെയായിരുന്നു സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2 ലോറികളുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. തുടർന്ന് അങ്കമാലി ഭാഗത്തേക്കുള്ള ഗതാഗത കുരുക്ക് പതിവിലും രൂക്ഷമായി. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആർട്ടിസ്റ്റ് ഷാജി കെ അബ്ദു അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മതിലകം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. തദ്ദേശീയ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ET ടൈസൺ MLA ഡോക്ടർ UM മുസ്തഫ കമാലിന് സമർപ്പിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ അബ്ദുൾ സലാം ഫൈസി മുഖ്യാതിഥിയായിരുന്നു. ആർട്ടിസ്റ്റ് യഹിയ PH,
ഷിലിൻ പൊയ്യാറ, മൂസ വടക്കനോളി, EG വസന്തൻ, ബഷീർ വടക്കൻ, സുലത രാജൻ, പ്രഭ ദാമോദരൻ, ജിതി സുധീഷ്, റസിയ സുൽത്താന, MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. ചങ്ങാതിക്കൂട്ടം ഷാജി K. അബ്ദുവിന്റെ കവിതകൾ അംഗങ്ങൾ അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മഹിളാ മോർച്ച് കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി. സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട ഒരു ആതുരാലയം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറി മനോജ് IS, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ദീപ രാജേന്ദ്രൻ, രശ്മി അനിൽ, വിനിത ടിങ്കു, KA സുനിൽ കുമാർ, KS ശിവറാം എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഭിമാനകരമായ വിജയമാണ് ഈ SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായി. അപ്പോൾ ഈ പഞ്ചായത്തിലെ 3 വിദ്യാലയങ്ങളും 100% റിസൾട്ട് ഉണ്ടാക്കി എന്നിവിടെ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല റിസൾട്ട് ഈ പരീക്ഷയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടികൾ നന്നായിട്ട് പഠിക്കുക, അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കുക, പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള നല്ല ഭൗതിക സാഹചര്യം സമൂഹം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഈ സംസ്ഥാനത്ത് അത് സാധ്യമാണ്. ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ KV ഡേവിസ്, മാള പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് നെല്ലിശ്ശേരി, സാബു പോൾ, KV രഘു എന്നിവർ സംസാരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന വള്ളിവട്ടം വില്ലേജ് ഓഫീസർ P. ബീനയ്ക്ക് യാത്രയയപ്പ് നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ജനകീയ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബാബു, KA സദക്കുത്തുള്ള, കമാൽ കാട്ടകത്ത്, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോന്റെ നേതൃത്വത്തിലായിരുന്നു BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് സമരം ചെയ്തത്. ഡിവിഷൻ കൗൺസിലർ A. പ്രസാദ്, മറ്റ് BJP പ്രവർത്തകർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. സ്ഥിരം റോഡ് അപകടങ്ങളുടെ കുറ്റക്കാരൻ മേയർ MK വർഗീസ് ആണെന്നും മേയർ MK വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നും BJP പ്രവർത്തകരും ആവശ്യപ്പെട്ടു. റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ KSKTU ജില്ലാ കമ്മിറ്റി പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ സദസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NC ഉഷാകുമാരി അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി TC ഷിബു, വനിതാ സബ് കമ്മിറ്റി കൺവീനർ PS ശൈല, ജിഷ ശ്യാം, CT വർഗീസ്, KP അശോകൻ, സോമ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. PA പീറ്റർ, EM സലീം, TK വിജയൻ, PK സുബ്രഹ്മണ്യൻ, PM മനാഫ് എന്നിവർ നേതൃത്വം നൽകി. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം അളന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഹൈവേക്കായി സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുത്തുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. NH 544 അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ആക്ഷൻ കൗൺസിൽ സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 22-ന് ഭൂ ഉടമകൾ പറവൂർ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിനു മുന്നിൽ ധർണ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ചേന്ദമംഗലം കവലയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തിൽ 1500ഓളം പേർ പങ്കെടുക്കും. ധർണ മുൻ മന്ത്രി S. ശർമ്മ ഉദ്ഘാടനം ചെയ്യും. 18 വില്ലേജുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ധർണയിൽ പങ്കെടുക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ സജി കുടിയിരിപ്പിൽ പറഞ്ഞു. സമരസമിതി കൺവീനർ പോൾസൺ കുടിയിരിപ്പിൽ, സെക്രട്ടറി ജോണി തേക്കുന്നത്ത്, ട്രഷറർ റോയ് ജെയിംസ്, ആന്റണി D. പാറയ്ക്കൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ സംസ്കൃതി കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കമായി. കലാമണ്ഡലം നന്ദന നന്ദഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ദീപക് സത്യപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ KG ഷൈനി, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KG LP വിഭാഗം കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നു. നാളെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ കലാമത്സരങ്ങൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UDF MLA-മാരുടെ മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തേവലക്കര സ്കൂളിലെ അപകടത്തിൽ പ്രധാന അധ്യാപികയ്ക്കുമേൽ മാത്രം കുറ്റമാരോപിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ്. മാളയിൽ അപകട ഭീഷണി ഉയർത്തി KSEB-യുടെ ട്രാൻസ്ഫോർമറുകൾ. പല ഭാഗങ്ങളിലായി ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ. അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പിടിക. നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാല കവർന്നു. ചാലക്കുടിയിൽ റോഡിന് സമീപത്തെ തോടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.